വിശ്വസ്തനായ സേവകൻ. നീതിമാനായ രാജാവ് ഭരിച്ചിരുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൻ്റെ സമൃദ്ധി നാൾക്കുനാൾ വളർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തെ ഒരു യുവാവ് മുഖം കാണിക്കാൻ ചെന്നു. മഹാരാജൻ, ഞാൻ അടുത്തൊരു രാജ്യത്തെ രാജകുമാരനാണ്. നിർഭാഗ്യവശാൽ എനിക്ക് രാജ്യവും കുടുംബവുമെല്ലാം നഷ്ടമായി. ഇനിയുള്ള കാലം ഞാൻ അങ്ങയെ സേവിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. യുവാവ് പറഞ്ഞു. നിനക്ക് എന്തു ജോലിയാണ് ചെയ്യാൻ കഴിയുക? രാജാവ് ചോദിച്ചു. ഞാൻ അങ്ങയുടെ അംഗരക്ഷകനായി പ്രവർത്തിക്കാം. യുവാവ് പറഞ്ഞു. അതിന് നിനക്ക് എത്ര പ്രതിഫലം വേണം? ദിവസം 500 സ്വർണ്ണ നാണയം. അതുകേട്ട് രാജാവ് അമ്പരന്നു. പറ്റില്ല, ഇത്രയും ശമ്പളം തരാൻ പറ്റില്ല. രാജാവ് അയാളെ മടക്കി അയച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന മന്ത്രി രാജാവിനോട് അഭിപ്രായപ്പെട്ടു. ഈ യുവാവിനെ കുറച്ചുനാൾ നമ്മോടൊപ്പം നിർത്തി നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയെങ്കിൽ അയാളെ വിളിക്കൂ, രാജാവ് കൽപ്പിച്ചു. രാജാവ് യുവാവിനെ വിളിപ്പിച്ച് കൊട്ടാരത്തിൽ ജോലി നൽകി. വൈകുന്നേരം പറഞ്ഞതുപോലെ 500 സ്വർണ്ണ നാണയങ്ങൾ ശമ്പളമായി നൽകുകയും ചെയ്തു. അതിനുശേഷം രാജാവ് ചാരന്മാരെ വിളിച്ച് നിർദ്ദേശം നൽകി. ഇയാൾ ഈ 500 നാണയങ്ങൾ കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. രാത്രി തന്നെ രാജാവിന് വിവരം കിട്ടി. അങ്ങുന്നേ ആ യുവാവ് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് തൻ്റെ കൊച്ചു കുടുംബത്തോടൊപ്പം നഗരത്തിൽ താമസം തുടങ്ങി. പകുതി പണവും ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ആണ് ഉപയോഗപ്പെടുത്തിയത്. കുറേ പണം നിർധനരായ പാവപ്പെട്ടവർക്ക് നൽകി. കുടുംബം നോക്കാൻ അയാളുടെ കയ്യിൽ കുറച്ചു നാണയങ്ങളെ ശേഷിച്ചിട്ടുള്ളൂ. ചാരൻ അറിയിച്ചു. രാജാവിന് യുവാവിനോട് മതിപ്പു തോന്നി. അദ്ദേഹം പിറ്റേന്നു തന്നെ അയാളെ തൻ്റെ പ്രധാന അംഗരക്ഷകനായി നിയമിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാത്രി യുവാവ് രാജകവാടത്തിനു കാവൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ രാജാവ് ഒരു തേങ്ങിക്കരച്ചിൽ കേട്ടു. രാജാവ് യുവാവിനോട് ആരാണു കരയുന്നതെന്ന് നോക്കാൻ കൽപ്പിച്ചു. യുവാവ് പോയതും രാജാവ് പുറകെ ചെന്നു. അത് യുവാവ് അറിഞ്ഞിരുന്നില്ല. യുവാവ് കവാടത്തിന് പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ കണ്ടു. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആരാണു നിങ്ങൾ? യുവാവ് ചോദിച്ചു. ഞാൻ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മിയാണ്. കുറേ കാലമായി ഞാൻ ഈ കൊട്ടാരത്തിൽ വാഴുകയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്തു പോകാൻ നിർബന്ധിതയായിരിക്കുകയാണ്. പോകാനാണെങ്കിൽ എനിക്ക് തീരെ താല്പര്യവുമില്ല. മഹാലക്ഷ്മി പറഞ്ഞു. അയ്യോ ദേവി, അവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് പോയാൽ എൻ്റെ രാജാവ് ദരിദ്രനായി പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരൂ, യുവാവ് അപേക്ഷിച്ചു. താങ്കൾ താങ്കളുടെ മകനെ സർവമംഗള ദേവിക്ക് ബലി നൽകുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കൊട്ടാരം വിട്ടു പോകുകയില്ല. അതു പറഞ്ഞതും ദേവി അപ്രത്യക്ഷയായി. യുവാവ് തൻ്റെ രാജാവിൻ്റെ നന്മയ്ക്കായി ദേവിയുടെ ഉപദേശം പാലിക്കാൻ തീരുമാനിച്ചു. അയാൾ ഉടൻ തന്നെ തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ടുനിന്ന രാജാവ് അയാളെ പിന്തുടർന്നു. യുവാവ് വീട്ടിൽ ചെന്ന ഭാര്യയെയും 10 വയസ്സുകാരനായ മകനെയും അരികെ വിളിച്ചു. അവരോട് നടന്നതൊക്കെ അറിയിച്ചു. എൻ്റെ യജമാനനെ എനിക്ക് രക്ഷിക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യുവാവ് ചോദിച്ചു. യജമാനനെ സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ കടമയാണ്, ഭാര്യ പറഞ്ഞു. അച്ഛൻ എന്നെ ബലി കൊടുത്തോളൂ. മകൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അവർ മൂവരും ഉടൻ തന്നെ സർവമംഗള ദേവിയുടെ ക്ഷേത്രത്തിൽ ചെന്നു. ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ യുവാവ് മകനെ ബലിയർപ്പിച്ചു. മകൻ്റെ വേർപാട് താങ്ങാനാകാതെ അയാൾ അപ്പോൾ തന്നെ ജീവൻ വെടിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട യുവാവിൻ്റെ ഭാര്യയും വാളെടുത്തു വെട്ടി സ്വയം മരിച്ചു. ഇതെല്ലാം കണ്ടു സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു രാജാവ്. അദ്ദേഹം ക്ഷേത്രത്തിൽ കയറി വിഗ്രഹത്തിന് മുന്നിൽ നമസ്കരിച്ചു. ദേവി, നീയാണ് എനിക്ക് വിശ്വസ്തനായ ഒരു സേവകനെ നൽകി അനുഗ്രഹിച്ചത്. അത് നീ തന്നെ തിരിച്ചെടുത്തു. അവനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനും ജീവൻ വെടിയുകയാണ്. രാജാവ് വാളെടുത്ത് സ്വന്തം കഴുത്തു ലക്ഷ്യമാക്കി ഉയർത്തി. അപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ സർവമംഗള ദേവി പ്രത്യക്ഷപ്പെട്ടു. രാജാവെ, കേവലം ഒരു സേവകന് വേണ്ടി സ്വന്തം ജീവൻ വെടിയാൻ തയ്യാറായ അങ്ങ് മഹാനാണ്. നിങ്ങളാണ് യഥാർത്ഥ രാജാവ്. ഞാൻ അങ്ങയിൽ സംതൃപ്തയാണ്. ഞാനിതാ ഈ യുവാവിനെയും അവൻ്റെ കുടുംബത്തെയും പുനർജീവിപ്പിക്കുന്നു.
നിങ്ങൾ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ. സർവമംഗള ദേവി അപ്രത്യക്ഷയായി. യുവാവിനും ഭാര്യയ്ക്കും മകനും ജീവൻ തിരിച്ചു കിട്ടി. അവർ സന്തോഷത്തോടെ പരസ്പരം കെട്ടിപ്പുണർന്നു. രാജ്യത്തിൻ്റെ നന്മയ്ക്കായി ജീവൻ വെടിയാൻ പോലും മടിക്കാത്ത നിങ്ങൾ ഇനി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. രാജാവ് സന്തോഷത്തോടെ ആ കുടുംബത്തെ ആശ്ലേഷിച്ചു.